CAPA means Kerala Antisocial Activities Prevention Act. CAPA, Kerala Antisocial Activities Prevention Act. And you know, generally നമ്മൾ എളുപ്പത്തിന് അതിനെ പറയുന്നത് ഗുണ്ട ആക്ട് എന്നാണ്. എ ഗുണ്ട ക്യാൻ ബി കെപ്റ്റ് ഇൻ പ്രിവെൻറ്റീവ് കസ്റ്റഡി. അപ്പോൾ ഗുണ്ടയാണെങ്കിൽ 6 മാസം പ്രിവെൻറ്റീവ് കസ്റ്റഡി വെച്ച അവളുടെ ഗുണം 6 മാസം അയാൾക്ക് ഗുണമാണ്, അയാൾക്കൊരു കുറ്റം ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തേത് നാട്ടുകാർക്കും സുഖം, ഇയാളിൽ നിന്നൊരു കുറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ ഗുണ്ട ക്യാൻ ബി കെപ്റ്റ് ഇൻ പ്രിവെൻറ്റീവ് കസ്റ്റഡി ആൻഡ് ഗുണ്ട ആക്ട്. അപ്പോൾ സാധാരണ പറയുന്നത് ഗുണ്ടയ്ക്കും ചില ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്നാലേ ഗുണ്ടയാകത്തുള്ളൂ, അല്ലാതെ ആരെയും പിടിച്ച് ഗുണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചില കേസ് അതിൻ്റെ പേരിലുണ്ടായിരിക്കണം, ചില കേസ് പണിഷ്, ദെൻ യു ആർ എ ഗുണ്ട, യു ക്യാൻ ബി കെപ്റ്റ് ഇൻ കസ്റ്റഡി. ഇപ്പം ട്രിവാൻഡ്രത്തും കേരളത്തിലൊക്കെ പല സ്ഥലത്തും പല പേരിലായിരിക്കും, ഓരോ ആയുധങ്ങളുടെ പേരിലൊക്കെ ആയിരിക്കും ഓരോ ഗുണ്ട അറിയപ്പെടുന്നത്. അപ്പോൾ ദേ ക്യാൻ ബി അറസ്റ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ പ്രിവെൻറ്റീവ് കസ്റ്റഡി. അപ്പോൾ ഗുണ്ട ആക്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വായിക്കാറുണ്ട്. ജമ്മു കാശ്മീരിൽ പഴയ മുഖ്യമന്ത്രിമാർ, കുറേ നേതാക്കന്മാർ, ദേ ആർ ഇൻ പ്രിവെൻറ്റീവ് കസ്റ്റഡി. ആ ലോയ പറയുന്നത് പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറയും. ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കുന്ന നിയമമാണ് പബ്ലിക് സേഫ്റ്റി ആക്ട്. ദേ ഹാവ് പാസ്ഡ് എ ലോ, പബ്ലിക് സേഫ്റ്റി ആക്ട്. അതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ ലോ ഉണ്ടാക്കിയത് ഷെയ്ഖ് അബ്ദുള്ള മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. ഷെയ്ഖ് അബ്ദുള്ള മുഖ്യമന്ത്രി ആയപ്പോൾ ഈ നിയമം ഉണ്ടായി. ഇപ്പം പ്രിവെൻറ്റീവ് കസ്റ്റഡി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനും കൊച്ചുമകനുമാണ്. ഒമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും രണ്ടുപേരാണ് ഈ ജയിലിൽ കിടക്കുന്നത്. അപ്പം ഈ ആക്ട് എന്ന് വെച്ചാൽ ദാറ്റ്സ് എ പ്രിവെൻഷൻ ലോ. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ അവർ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ തൽക്കാലം കരുതൽ തടങ്കൽ, വേണമെങ്കിൽ വീട്ടിൽ തന്നെ ആകാം കരുതൽ തടങ്കൽ. ഒരു നിയമമുണ്ട്, ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്താൽ മതി, വീട് ജയിലിൻ്റെ ഭാഗമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ട് ആ വീട്ടിൽ തന്നെ ഇട്ടേക്കുക, ഹൗസ് അറസ്റ്റ്. അപ്പോൾ ഈ മുൻ മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ പ്രിവെൻറ്റീവ് കസ്റ്റഡി. അതിന് ജമ്മു കാശ്മീർ നിയമം അനുസരിച്ച് 2 കൊല്ലം വരെ ഇടാവുന്നതാണ്. പബ്ലിക് സേഫ്റ്റി ആക്ട് അനുസരിച്ച് 2 കൊല്ലം വരെ പ്രിവെൻറ്റീവ് കസ്റ്റഡി വെക്കാവുന്നതാണ്. ഇറോൺ ശർമിള ഇപ്പോൾ ഗുണ്ട ആക്ട് അനുസരിച്ച് 6 മാസം 1 വർഷമായിട്ടാണ് കേരളത്തിൽ ഗുണ്ട ആക്ട് അനുസരിച്ച്. അപ്പോൾ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന നിയമം കൂടാതെ കേന്ദ്രം അതിൻ്റെ അനുസരിച്ച്, ഉദാഹരണത്തിന് കോഫി പോസ എന്നൊരു നിയമമുണ്ട്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദിസ്. Conservation of Foreign Exchange and Prevention of Smuggling Act, Coffee POSA. Conservation of Foreign Exchange and Prevention of Smuggling Act. A smuggler can be arrested and kept in preventive custody. Conservation of Foreign Exchange and Prevention of Smuggling Act. But that is the law made by central government. Another law you might have heard, ESMA എന്ന് പറയും. ESMA is Essential Services Maintenance Act. അപ്പോൾ കേന്ദ്രവും സ്റ്റേറ്റും ഉണ്ടാക്കാറുണ്ട് ESMA, Essential Services Maintenance Act. Essential Services Maintenance Act, ESMA. അതനുസരിച്ച് വേണമെങ്കിൽ സമരം നടത്തുന്നവരെ, സമരം ആഹ്വാനം ചെയ്യുന്നവരെ they can be kept in preventive custody. ULPA ആ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് അറസ്റ്റ്, കുറ്റം ചെയ്തു എന്നുള്ള കേസ് വന്നതിന് ശേഷം കൊടുക്കും. ഈ ESMA ഇപ്പോൾ കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സമരം വരുന്നു, മിക്കവാറും ഫെബ്രുവരി മാസത്തിൽ സമരം വരുന്നു എനിക്കട്ടെ, ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നത് SLC പഠിക്കുന്ന, പ്രീ ഡിഗ്രി പഠിക്കുന്ന പിള്ളേരുടെ പരീക്ഷ നടത്തണം. അപ്പോൾ പരീക്ഷ ഡിപ്പാർട്ട്മെൻറ്റിനെ എസെൻഷ്യൽ സർവീസ് ആക്കി. എപ്പോഴും എഫക്റ്റീവ് ആണെന്നില്ല, ബട്ട് സം ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി ഡിക്ലെയർഡ് ആസ് എസെൻഷ്യൽ സർവീസസ്. ESMA, കോഫി പോസ. എമർജൻസി കാലത്ത് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച ആക്ട് ഉണ്ട്, മിസ, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി. അന്ന് രാഷ്ട്രീയക്കാർ മുഴുവൻ ജയിലിൽ കിടന്നത് അണ്ടർ മിസ, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്. ലല്ലു പ്രസാദ്, മോളുടെ പേര് തന്നെ മിസ എന്നാണ് ഇട്ടത്. ലല്ലു പ്രസാദ് യാദവ് എമർജൻസി കാലത്ത് ജയിലിലായി. അപ്പോൾ റബ്രി ദേവി വാസ് പ്രഗ്നൻറ്റ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ ലല്ലുവിനോട് ചോദിച്ചു എന്ത് പേരാണ് ഒരു കുട്ടി, ബേബി ഗേൾ ഈസ് ദർ ആൻഡ് വാട്ട് നെയിം ഷുഡ് ബി ഗേൺ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഐ ആം ഇൻ ജയിൽ അണ്ടർ മിസ, അതുകൊണ്ട് ആ കുട്ടിക്ക് മിസ എന്ന് പേരിട്ടേക്കാൻ പറഞ്ഞു. ആ കുട്ടി, അതിൻ്റെ പേരിപ്പം മിസ ഭാരതി എന്ന് പറയും. ഇപ്പോൾ രാജ്യസഭ മെമ്പറാണ്, ഡോക്ടറാണ് മിസ ഭാരതി. അപ്പം അങ്ങനെ മിസ അന്നേരം വളരെ ഫേമസ് ആയിരുന്നു മിസ. സോ എമർജൻസി ഇന്ദിരാഗാന്ധി യൂസ് മിസ ടു അറസ്റ്റ്. പിന്നെ പോട്ട എന്നൊരു ആക്ട് ഉണ്ടായിരുന്നു, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. പ്രിവെൻഷൻ ഓഫ് ടെറർ ഇപ്പോൾ അതില്ല, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. സോ ലോ മേ പ്രൊവൈഡ് ഫോർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഇനി ഇതിലും കുറേ റൈറ്റ്സ് ഉണ്ട്. അറസ്റ്റ് പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു ഇൻഫോം ടു ദ ഗ്രൗണ്ട് ഓഫ് ഹിസ് അറസ്റ്റ്. He also has the right to be informed of the ground of his arrest.
ഇതിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നയാളെ അറിയിക്കണം വാട്ട് ഗ്രൗണ്ട് ഹീസ് അറസ്റ്റഡ്. ബട്ട് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇറ്റ് അഫക്ട്സ് ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. ഹി നീഡ് നോട്ട് ബി ഇൻഫോംഡ്. ടെററിസ്റ്റ് ആണ്, അയാൾക്ക് ഹി നോട്ട് ബി ഇൻഫോംഡ് ഓഫ് ദ ഗ്രൗണ്ട് ഓഫ് ഹിസ് അറസ്റ്റ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഏതൊക്കെയാണ് എക്സെപ്ഷൻ? ഹി നീഡ് നോട്ട് ബി ഇൻഫോംഡ് ദ ഗ്രൗണ്ട് ഓഫ് ദ അറസ്റ്റ്, ഈസ് അറസ്റ്റഡ്, സെക്യൂരിറ്റി മാറ്റേഴ്സ് ആർ ദേർ. പിന്നെ ഹാസ് എ റൈറ്റ് ടു റെപ്രസെന്റ് ഹിസ് അഗൈൻസ്റ്റ് ഹിസ് അറസ്റ്റ്. ഹാസ് എ റൈറ്റ് ടു റെപ്രസെന്റ് അഗൈൻസ്റ്റ് ഹിസ് അറസ്റ്റ്. ഹി ക്യാൻ സെൻഡ് പെറ്റീഷൻ. ഐ ആം ബീങ് kept in legal custody. He can send a petition. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 22 തന്നെയാണ്. An arrested person who is to be kept in preventive custody. അറസ്റ്റ് ചെയ്തു, 24 മണിക്കൂറിനും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണോ വേണ്ടയോ? വേണ്ടയോ? ഒരാളെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ അറസ്റ്റ് ചെയ്തു, ഗുണ്ടയെ തന്നെയാട്ടെ അറസ്റ്റ് ചെയ്തു, അയാളെ മജിസ്ട്രേറ്റ് മുമ്പിൽ 24 മണിക്കൂർ മുമ്പ് ഹാജരാക്കണോ? വേണ്ട. എന്താ വെച്ചാൽ ഇവിടെ അറസ്റ്റ് ചെയ്ത് അണ്ടർ ദി ഓർഡേഴ്സ് ഓഫ് എ കോമ്പീറ്റന്റ് അതോറിറ്റി. കോമ്പീറ്റന്റ് അതോറിറ്റി പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവാണ്. അതുകൊണ്ട് മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഇ ക്യാൻ ബി ഡയറക്ട്ലി സെൻഡ് ടു ജയിൽ. ഇപ്പം ഗുണ്ട ആക്ട് അനുസരിച്ച് കളക്ടറാണ് ഓർഡർ ഇടുന്നത്. പോലീസ് വിവരങ്ങളെല്ലാം കൊടുക്കും, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. ഇയാളുടെ പേരിൽ ഇത്രയും കേസുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്യാം. കളക്ടർ ഓർഡർ ഇടുന്നത്. കളക്ടർ ഓർഡർ ഇട്ടാൽ can be arrested and sent to jail. He need not be produced before a magistrate within 24. ആ റൂൾ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. പിന്നെ വേറെ റൂളുണ്ട്. In every state there must be an advisory committee to deal with preventive detention. There must be an advisory committee. ഒരു advisory committee ഉണ്ടായിരിക്കണം. Advisory committee must be chaired by a retired high court judge. Preventive detention law says there must be an advisory committee and that must be chaired by a retired high court judge. അപ്പം വളരെ ജുഡീഷ്യലായിട്ട് തീരുമാനം എടുക്കണം. വിത്തിൻ 3 months ഹിസ് കേസ് മസ്റ്റ് ബി കൺസിഡർഡ് ബൈ ദ അഡ്വൈസറി കമ്മിറ്റി. പ്രിവെന്റീവ് കസ്റ്റഡി വന്ന ആരുടെയും കേസ് 3 മാസത്തിനകം അഡ്വൈസറി കമ്മിറ്റി പരിശോധിക്കണം. പിന്നെ അഡ്വൈസറി കമ്മിറ്റി അനുവദിച്ചാലേ ഫർദർ കസ്റ്റഡി ഒക്കെ ഉള്ളൂ. അല്ലെങ്കിൽ വിത്തിൻ 3 months ഹി മസ്റ്റ് ബി റിലീസ് ഫ്രം കസ്റ്റഡി. അപ്പോൾ ഗുണ്ട അറസ്റ്റ് ചെയ്തു, അയാൾക്ക് റൈറ്റ് ടു റെപ്രസെൻ്റ് ഉണ്ട്. അല്ലെങ്കിലും ദ ഫയൽ മസ്റ്റ് ഗോ ടു ദ അഡ്വൈസറി കമ്മിറ്റി. എന്നിട്ട് 3 മാസത്തിന് അഡ്വൈസറി കമ്മിറ്റി കൂടി തീരുമാനിക്കണം. ഇപ്പോൾ ഗുണ്ട ആക്ട് അനുസരിച്ച് 6 മാസം ജയിലിൽ കിടക്കാം. 3 മാസമാകുമ്പോൾ അഡ്വൈസറി കമ്മിറ്റി വരെ 3 മാസം കൂടി ഇടാമെന്ന് പറഞ്ഞാൽ ഇടാം. ഇല്ലെങ്കിൽ ഹി മസ്റ്റ് ബി റിലീസ്. സോ ദാറ്റ് മസ്റ്റ് ബി കൺസിഡർഡ് ബൈ ആൻ അഡ്വൈസറി കമ്മിറ്റി വിച്ച് ഈസ് ഹെൽഡ് ബൈ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ്. എന്നുവെച്ചാൽ വളരെ ന്യായമായിട്ട് കാര്യം നടക്കുന്നത്. ദാറ്റ് വൈ ഇറ്റ് ഈസ് ഹെൽഡ് ബൈ ആൻ അഡ്വൈസറി. അപ്പോൾ കളക്ടറെ കൊണ്ടാണ് ഗുണ്ട ആക്ടിൽ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് ആണെങ്കിൽ ചിലപ്പം താഴെയുള്ള പോലീസ് ഓഫീസേഴ്സ് കൊണ്ട് കമ്മീഷനോട് പറയാൻ കമ്മീഷൻ മിക്കവാറും ഓർഡർ ഇടും. അങ്ങനെ സംഭവിക്കരുത്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ദാറ്റ്സ് വൈ കളക്ടർ ഈസ് വേണ്ട പവർ. കളക്ടർ ആകുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് കൺവിൻസിംഗ് ആണെങ്കിൽ ഓർഡർ എടുത്തുള്ളൂ. ദാറ്റ്സ് വൈ ദിസ് പവർ ഇസ് കളക്ടർ ഈസ് ഇൻ ചാർജ് ഓഫ് മെയിൻ്റെനൻസ് ലോ ആൻഡ് ഓർഡർ ഓൾസോ. ദാറ്റ്സ് വൈ കളക്ടർ മസ്റ്റ് ഗിവ് ദിസ് ഓർഡർ. അപ്പം 22 സെക്കൻഡ് പാർട്ട് ഡീൽസ് വിത്ത് റൈറ്റ്സ് ഓഫ് എൻ അറസ്റ്റഡ് പേഴ്സൺ. ഇവിടെ പേഴ്സൺ കെപ്റ്റ് ഇൻ പ്രിവെന്റീവ് കസ്റ്റഡി. അപ്പോൾ പ്രിവെന്റീവ് കസ്റ്റഡി സാധാരണ ഭരണഘടന ഇല്ല, ഇന്ത്യ ഭരണഘടന എഴുതിയിട്ടുണ്ട്. ഇന്ത്യ ലോസ് ഉണ്ടാക്കാം. പലപ്പോഴും ചോദിക്കും ഹു ക്യാൻ മേക്ക് ലോ? ബോത്ത് ദ ഗവൺമെന്റ്സ് ക്യാൻ മേക്ക് ലോസ്. ബട്ട് there is a provision, he must be informed of the ground of his arrest, he has the right to represent, and his case must be considered by an advisory committee which is held by a retired high court judge. If it allows, he can be kept in custody for more than 3 months. അപ്പം നിയമം പറയുന്നത് 3 മാസത്തിനകം ഈ കമ്മിറ്റി ഭരണഘടനയ്ക്കകത്ത് ശരിക്കും അമെൻമെൻറ്റ് വരുത്തി 2 മാസം എന്ന് പറഞ്ഞു. അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും 3 മാസത്തിനകം ഈ കമ്മിറ്റി തീരുമാനിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂ വായിച്ച് നോക്കിയാൽ 22 പറയും 3 months എന്നാണ്. പക്ഷേ അത് 2 months എന്നാണ്. 2 months മാറ്റിയെങ്കിലും നിയമമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴും അതുകൊണ്ട് 3 months തന്നെയാണ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 22. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ആർട്ടിക്കിൾ 19 to 22 ഡീൽ വിത്ത് റൈറ്റ് ടു ഫ്രീഡം. ഇറ്റ് ഗ്യാരണ്ടീസ് us a number of freedoms. Hope it is clear. Any doubt? Next one number right is right against exploitation. Right against exploitation. 23 and 24. 2 articles. Right against exploitation. Right against exploitation. 23 and 24. 23 പറയുന്നത് no slavery, no slavery, no bonded labor, no bonded labor, no slavery, no sale of human beings, no sale of human beings, especially women and children for
immoral purposes. No sale of human beings for immoral purposes. ഏതാ? Traffic in human beings. Traffic in human beings എന്ന് വെച്ചാൽ sale of human beings, especially women and children. 23 ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബീഗാർ. ബീഗാർ ഈസ് ബാൻഡ്. ബീഗാർ ഈസ് പ്രൊഹിബിറ്റഡ്. ബീഗാർ, BEGAR, ബെഗർ അല്ല, BGAR, ബീഗാർ. ബീഗാർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രാക്ടീസ് ഫോളോഡ് ഇൻ നോർത്തേൺ സ്റ്റേറ്റ്സ്. ബീഗാർ എ കൈൻഡ് ഓഫ് ബോണ്ടഡ് ലേബർ. സ്പെസിഫിക് ആയിട്ട് ആർട്ടിക്കിൾ 22 പറയുന്നുണ്ട് ബീഗാർ ഈസ് അബോളിഷ്ഡ്. എന്താ വെച്ചാൽ ദാറ്റ് ഇസ് എ ഓൾഡ് സിസ്റ്റം. സെമീന്ദാർസ്, അതിൻ്റെ കീഴിൽ ഒരുപാട് വർക്കേഴ്സ് കാണും. ഒരു വർക്കർ ഹി ബോറോസ് മണി ഫ്രം ദ സെമീന്ദാർ, ദെൻ ഹി ഹാസ് ടു വർക്ക് ഫോർ ദി സെമീന്ദാർ. എത്ര വർക്ക് ചെയ്താലും പലിശ ആകത്തുള്ളൂ, മുതൽ കൊടുക്കാൻ പറ്റത്തില്ല. അൾട്ടിമേറ്റ്ലി ഹി വിൽ ഡൈ. പിന്നെ ഹിസ് ചിൽഡ്രൻ മസ്റ്റ് വർക്ക് ഫോർ ദി ജന്മി. ആ സിസ്റ്റമാണ് എ കൈൻഡ് ഓഫ് ബോണ്ട് ലേബർ ദാറ്റ് ഇസ് കോൾഡ് ബീഗാർ. ബീഗാർ ഈസ് നോട്ട് അലൗഡ്. ഹ്യൂമൻ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്, സെയിൽ ഓഫ് ഹ്യൂമൻ ബീങ്സ് നോട്ട് അലൗഡ്. സ്ലേവറി is not allowed. Nobody can be compelled to work for another person. You cannot compel a person to work for another person to work for you. ഒരാളെയും വേറൊരാളെ നിർബന്ധിച്ച് ജോലിക്കാൻ പാടില്ല. 23 ഒരു എക്സെപ്ഷൻ ഉള്ളത്. There can be compulsory military service and compulsory social service. Two things are permitted: compulsory military service and compulsory social service. But compulsory military service, അതിനൊരു ഒറ്റ വാക്കുണ്ട് ഇംഗ്ലീഷിൽ, കോൺസ്ക്രിപ്ഷൻ എന്ന് പറയും. കോൺസ്ക്രിപ്ഷൻ മീൻസ് കമ്പൽസറി മിലിറ്ററി സർവീസ്. ഇന്ത്യയിൽ there is no compulsory military service. വേണമെങ്കിൽ നമുക്കാകാം. കമ്പൽസറി സോഷ്യൽ സർവീസ് ആകാം, പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ. there can be compulsory military service, compulsory social service without any discrimination. ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ we can impose compulsory military service. അത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എതിരാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇന്ത്യയിൽ കമ്പൽസറി മിലിറ്ററി സർവീസ് ഇല്ല. ഇസ്രായേലിലുണ്ട്, ഐ തിങ്ക് സൗദി അറേബ്യയിലൊക്കെ ഉണ്ട്, ബട്ട് അമേരിക്കയിലുണ്ടായിരുന്നു, ബ്രിട്ടനിലുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഷോർട്ടേജ് ഓഫ് പീപ്പിൾ ടു ജോയിൻ ദ മിലിറ്ററി. ഇന്ത്യയിൽ കമ്പൽസറി അല്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി ഹാവ് ഇനഫ് പീപ്പിൾ ടു ജോയിൻ ദ മിലിറ്ററി. ഒരു റാലി നടക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ചെറുപ്പക്കാരുടെ തള്ളിക്കയറ്റമാണ് ടു ഗെറ്റ് എ ജോബ് ഇൻ ദ മിലിറ്ററി. അതുകൊണ്ട് കമ്പൽസറി അല്ല. പക്ഷേ കമ്പൽസറി ആക്കിയാൽ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഉള്ളി. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പൽസറി ആക്കിയിട്ട് പറയുക, നാളെ സെൻട്രൽ ഗവൺമെൻറ് പറയണേ ദോസ് ആർ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 18 and 25 or 21 should serve in the army, but those coming from Kerala need not join, or those belong to a particular religion need not join. അങ്ങനെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. പറയുകയാണെങ്കിൽ 18-25 വയസ്സുള്ള ഇത്രയും ചെറുപ്പക്കാർ ജോയിൻ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വേണമെങ്കിൽ കമ്പൽസറി മിലിറ്ററി സർവീസ്. കമ്പൽസറി സോഷ്യൽ സർവീസ് ഓൾസോ അലൗഡ്. ചില യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് യു ഹാവ് ടു ഡു സോഷ്യൽ സർവീസ് ഫോർ 6 months. അപ്പോഴേ ഫോർമലായി ഡിഗ്രി എടുത്തുള്ളൂ. ദാറ്റ് ഈസ് പെർമിറ്റഡ്. അപ്പം ദർ ക്യാൻ ബി സച്ച് റൂൾസ്. ദീസ് ആർ നോട്ട് അഗൻസ്റ്റ് ആർട്ടിക്കിൾ 23. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് റൂള്, those who come out of government medical colleges, MBBS കഴിഞ്ഞവർക്ക് they should do compulsory rural medical service for 3 years ആണെന്ന് തോന്നുന്നു. അപ്പോൾ MBBS ഗവൺമെൻറ് കോളേജ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ 3 വർഷം ഈ പോകണം. എന്തിനാ കാരണം? ഇയാളെ ഡോക്ടറാക്കാൻ സർക്കാർ എത്രയോ കോടി രൂപ, ലക്ഷം രൂപ ചിലവാക്കുന്നു. വളരെ കുറച്ച് ഫീസ് കൊടുത്ത് ഡൊണേഷൻ നില അഡ്മിഷൻ കിട്ടി ആ ഡോക്ടർ ആവുന്നു. അപ്പോൾ യു ഹാവ് എ ഡ്യൂട്ടി ടു സർവ് സൊസൈറ്റി. യു മസ്റ്റ് സർവ് in a rural area for 3 years. That is compulsory here. ആ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നവർക്ക് മാത്രം മതി. That is not against Article 23. That is 23 permits without any kind of discrimination. That is allowed. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. Sunday, you know, there is a punishment. Punishment is rigorous imprisonment. അപ്പം punishment can be of either description. Rigorous ആകാം, simple imprisonment ആകാം. Rigorous imprisonment means you have to do hard work in jail. ഇപ്പം ഹാർഡ് വർക്കൊന്നുമില്ല ജയിലിൽ. പണ്ടത്തെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ കണ്ടാണ് ഈ പാറ പൊട്ടിക്കല്. ഇപ്പോൾ പാറയൊക്കെ തീർന്നതാവുന്നു. ഇപ്പം ജയിലിൽ പാറയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇപ്പം എത്ര കൊല്ലമായി, 60-65 കൊല്ലമായില്ലേ ഈ പാറയൊക്കെ പൊട്ടി തീർന്നതാണ്. ഇപ്പം വാട്ട് വർക്ക് ദേ ഡു?
ഈ ചപ്പാത്തി കോഴിക്കറിയൊക്കെ ഉണ്ടാക്കാറ്. ദാറ്റ് ഇസ് മെയിൻ വർക്ക് ദേ ഡു. പിന്നെ കാർപ്പൻട്രി വർക്കുണ്ട്, പിന്നെ ഈ വീവിങ് ഉണ്ട്, ഇങ്ങനെ കുറേ ജോലിയൊക്കെ. ദാറ്റ് ഈസ് യു ആർ ആസ്ക്ഡ് ടു ഡു വർക്ക്, യു മസ്റ്റ് ഡു ദാറ്റ് വർക്ക്. അപ്പോൾ ഒരാളെ കൺവിക്റ്റഡ് ആണ്, റിഗറസ് ഇംപ്രസ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അയാളോട് ജോലി പറയുമ്പോഴാണ് ആർട്ടിക്കിൾ 23 അനുസരിച്ച് യു ക്യാൻ കമ്പൽ മീ ടു ഡു ദ വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് പണിഷ്മെൻ്റ് പാർട്ടാണ് യു ഹാവ് ടു വർക്ക് ദിയർ. ദാറ്റ് ഈസ് കമ്പൽസറി, ജോലി ചെയ്തേ പറ്റൂ. ദാറ്റ് ഇസ് നോട്ട് അഗൻസ്റ്റ് ആർട്ടിക്കിൾ 23. സോ there cannot be any kind of normally forced labor ഒന്നും അനുവദിക്കത്തില്ല. Slavery is not abolished. And some days, you know, in private companies, for example, many software companies, ഇപ്പോൾ Infosys അല്ലെങ്കിൽ ഇതുപോലെ കമ്പനീസ് ഒക്കെ, you may be appointed as software engineer, they may ask you to sign a bond. ഒരു ബോണ്ട് എഴുതി ഒപ്പിടണമെന്ന് പറയും. And before getting job, before joining service, you have to sign a bond. അത് bonded labor അല്ല. It cannot be taken as bonded labor. Even though you have to sign a bond, it is not bonded labor. Because ഇപ്പോൾ Infosys കമ്പനിയാണത്, you are selected as software engineer. Infosys company gives you training for 6 months. ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ചോ അല്ലെ മൈസൂരിൽ എവിടെയെങ്കിലും ട്രെയിനിങ് തരുന്നു. അതിന് they are spending a lot of money. അപ്പോൾ അവർ ഇൻസിസ്റ്റ് ചെയ്യണേ, ആഫ്റ്റർ ഗെറ്റിംഗ് ട്രെയിനിങ് യു മസ്റ്റ് serve the company for 3 years അല്ലെങ്കിൽ 5 years എന്നൊരു ബോണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ബോണ്ടഡ് ലേബർ. കമ്പനി ഇത്രയും ചിലവാക്കുന്നുണ്ട്, കമ്പനി ക്യാൻ ഇൻസിസ്റ്റ് ദാറ്റ് യു മസ്റ്റ് serve the company for 3 years or 5 years after getting training. പക്ഷേ കമ്പനി പറയാണ് ആഫ്റ്റർ ട്രെയിനിങ് യു cannot leave the company until you attain the age of 55, you should work in the company. That cannot be permitted, that is illegal. അതുപോലെ ഒരു ക്ലോസ് ഉണ്ടാവണം. ഇഫ് യു വാണ്ട് ലീവ് ദ കമ്പനി, ഒരു ക്ലോസ് വെക്കണം, യു മസ്റ്റ് പേ കോമ്പൻസേഷൻ. 50,000 രൂപ കൊടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്തിട്ട് യു ക്യാൻ ബി റിലീവ്ഡ്. അങ്ങനെ പോസ്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ബോണ്ടഡ് ലേബർ. സോ ചില കമ്പനി സം ഡേയ്സ് ദേ വിൽ ആസ്ക് യു ടു സൈൻ എ ബോണ്ട്. അത് അവരുടെ ഇൻട്രസ്റ്റ് ആണ്. അവർ നല്ല ട്രെയിനിങ് കൊടുക്കുമ്പോൾ ചിലപ്പം അവർക്ക് ബോണ്ട് എഴുതുക. ദാറ്റ് ഇസ് ഓൺലി ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ദാറ്റ് ഈസ് പെർമിറ്റഡ്. സോ 23, ദീസ് ആർ ദ പ്രൊവിഷൻസ് യു മേ റിമെമ്പർ. നെക്സ്റ്റ് ഈസ് 24. 24 ഇപ്പോൾ ലെവലിൻ്റെ അല്ല. 24 പറയുന്നത് നോ ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 14 can be employed in mines or factories. No child below the age of 14 can be employed in mines or factories or asked to do hazardous jobs. Dangerous jobs ചെയ്യാൻ ആവശ്യപ്പെടാൻ പാടില്ല. Hazardous means dangerous. Mines and factories ജോലി dangerous ആണ്. Children below the age of 14 cannot be employed there. Someday you might have read the paper. ഈ മൈനിലൊക്കെ പെട്ടെന്ന് തീപിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിൽഡ്രൻ മേ നോട്ട് ബി ഏബിൾ ടു എസ്കേപ്പ്. അതുകൊണ്ടാണ് ദേഴ്സ് എ റൂൾ. ഭരണം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞാണ് നോ ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 14 ക്യാൻ ബി എംപ്ലോയ്ഡ് ഇൻ മൈൻസ് ഓർ ഫാക്ടറീസ് എന്ന് വെച്ചാൽ ദേ ക്യാൻ ബി എംപ്ലോയ്ഡ് ഇൻ അതർ ഏരിയാസ്. അവിടെ ഇപ്പം റൂളുണ്ട്, നോ ചൈൽഡ് ക്യാൻ ബി എംപ്ലോയ്ഡ് എനിവെയർ. നോ ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 14 കനോട്ട് ബി എംപ്ലോയ്ഡ് എനിവെയർ. അപ്പോൾ ഇപ്പോൾ 24 ഇപ്പോൾ റിലവൻസ് ഇല്ല. 24 വരുന്ന ഫാക്ടറി ജോലി ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ, അല്ല മൈൻസിൽ. ഇപ്പോൾ ഒരിടത്തും ജോലി ചെയ്യാൻ പാടില്ല. ദേ കനോട്ട് ബി എംപ്ലോയ്ഡ് എനിവെയർ. എക്സെപ്ഷൻ ഉണ്ട്. അപ്പം നോർമലി ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 14 cannot be employed anywhere. ഇപ്പോൾ ഡൊമസ്റ്റിക് സെർവൻ്റ് ആയിട്ടൊക്കെ പണ്ട് കൊച്ചുകുട്ടികളെ നിയമിക്കും. ഹോട്ടലിൽ മീനിയൽ ജോബ്സ് ഇപ്പോൾ അതൊന്നും കാണത്തില്ല. ഇപ്പോൾ കാണുകയാണെങ്കിൽ നമുക്ക് പോലീസിനെ അറിയിക്കാം, അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ അതോറിറ്റീസിനെ അറിയിക്കുക, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചാൽ ദേ വിൽ ടേക്ക് ആക്ഷൻ. നോ ചൈൽഡ് ക്യാൻ ബി എംപ്ലോയ്ഡ്. ദേ മസ്റ്റ് ഗോ ടു സ്കൂൾ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ വേറെ 2 ഇഷ്യൂസ് വന്നു. അപ്പോൾ ഈ സ്ഥല ചേഞ്ചസ് ഉണ്ടായി. ഒന്ന്, family has a business. We have recently made a small change in the law. If the family has a business, that child can be employed there. അത് റൈറ്റ് against exploitation അല്ല. ഇപ്പോൾ 14 വയസ്സിൽ തുട്ടി സ്വന്തം കുടുംബത്തിലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അവൻ അത് പഠിക്കുന്നതിന് കുഴപ്പമില്ല. ഈ ക്യാൻ ബി എംപ്ലോയ്ഡ്. പക്ഷേ അവൻ്റെ കുടുംബത്തിലായിരിക്കണം. ഫാമിലി ബിസിനസ് ആണെങ്കിൽ ഈ ക്യാൻ ബി എംപ്ലോയ്ഡ് ദർ. ദാറ്റ് ഈസ് പെർമിറ്റഡ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിലിം ആൻഡ് സീരിയൽ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക, ഫിലിമിൽ സീരിയൽ. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. പല സിനിമ സീരിയൽ ഇറങ്ങാൻ പറ്റത്തില്ല ഈ കുട്ടി അഭിനയിക്കത്തില്ലെങ്കിൽ. പല സീരിയലും ഈ കുട്ടികളെ ബേസ് ചെയ്താണ് ഇറക്കുന്നത്. അപ്പോൾ ഇഫ് ദേ ആർ നോട്ട് പെർമിറ്റഡ് ടു ആക്ട്, ഇതൊന്നും എടുക്കാൻ വരും. അവിടെ ഇപ്പോൾ എക്സെപ്ഷനാണ്. ദേ ക്യാൻ ആക്ട് ഇൻ ഫിലിംസ്, ദേ ക്യാൻ ആക്ട് ഇൻ സീരിയൽ പ്രൊവൈഡഡ് സർട്ടൻ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അവർക്ക് വേണ്ട റെസ്റ്റ് ടൈം കൊടുക്കണം, പ്രോപ്പർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കണം. ആൻഡ് ബൈ ദിസ് ദേ ക്യാൻ ബി അലൗഡ് ടു ആക്ട് ഇൻ ഫിലിംസ് ആൻഡ് സീരിയൽസ് എക്സെട്ര. സോ 23 and 24 are concerning right against exploitation. No kind of exploitation will be allowed. Nobody can be compelled to work for another person. Slavery illa, bonded labor illa, and sale of human beings illa.
especially women and children should not be used for immoral purposes. These are all prohibited by Articles 23 and 24. പാടില്ലാത്തതാണ് കുട്ടികളെ പഠിക്കാൻ വിടണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫുൾ ഒന്ന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ റൂൾ പ്രകാരം മുഴുവൻ റൂൾ നടപ്പിലാക്കുമെങ്കിൽ നമുക്ക് എന്തൊരു സ്വർഗമായി പോയതേ. ഇപ്പം നമ്മൾ പറയാം, ഞാൻ പറയുന്നു ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയുന്നു, നമ്മൾ റോഡിൽ ഇറങ്ങി എത്ര പേര് ഹെൽമെറ്റിലാണ് പോകണം? റൂൾ വയലേഷൻ. ഏത് രാജ്യത്തും കുറേ പേർ റൂൾ വയലേറ്റ് ചെയ്യും. കുട്ടികളെ ഇപ്പോൾ പേരൻസ് ചിലർക്ക് ജീവിക്കാൻ വകയില്ലായിരിക്കും, കുട്ടികളെ കൊണ്ട് ചിലപ്പം ജോലി ചെയ്യുന്നതായിരിക്കും. നമുക്ക് ചിലപ്പം കാണാം റെയിൽവേ ട്രാക്കിലൊക്കെ ഒരു താമസിക്കുന്ന വലിയ കുടുംബമായിട്ട് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് കൊച്ചു കുട്ടികളൊക്കെ പണിയുന്നതാണ്. പക്ഷേ ലീഗലി അവർ പണിയിക്കാൻ പാടില്ല. ദേ മസ്റ്റ് ഗോ ടു സ്കൂൾ. അതൊക്കെ പിന്നെ എല്ലായിടത്തും കുറേ എക്സെപ്ഷൻസ് കാണും. അറിയിക്കണമെന്നാണ് ഞാൻ. ചൈൽഡ് ലൈൻ അതോറിറ്റീസ് വരണം. ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയാണെങ്കിൽ കൊച്ചുകുട്ടികളെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം. അല്ലെ പേരൻസ് വാൺ ചെയ്യണം. ഇതൊന്നും അത്ര എളുപ്പമല്ല. ഈ കുറേയൊക്കെ ചെയ്യാവുന്നല്ലാതെ മുഴുവനും ചെയ്യാൻ പറ്റും. വളരെ ചില സ്പെഷ്യൽ കേസ് മാത്രം 1-2 കുട്ടികളുടെയാണ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കേസെടുക്കാം. ഈ പേരൻസിനെതിരെ കേസെടുക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യിച്ചവർക്കെതിരെ കേസെടുക്കാം. പക്ഷേ ഇത് എളുപ്പമല്ല ഇതൊക്കെ. ഇപ്പം പക്ഷേ മിക്കവാറും ഒരു ഹോട്ടലിൽ ഇപ്പം കാണാറില്ല കൊച്ചുകുട്ടികളെ ജോലി ചെയ്യിക്കുന്നത്. വീടുകളിലും കുട്ടികളെ ഇപ്പം നിർത്തുന്നതായിട്ടൊന്നും കാണാനില്ല. അവർക്ക് വേണമെങ്കിൽ എളുപ്പം കേസെടുക്കാം. ഹോട്ടൽ മാനേജറിനെതിരെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കാം. ഈ ഹോട്ടൽ മാനേജറിനെതിരെ കേസെടുക്കാം. പിന്നെ സാധാരണ നമ്മൾ ഫൈൻ കൊടുക്കുന്നു. ഫൈൻ കൊടുക്കുന്നതിൽ നമ്മൾ കോടതി കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മളെ സമൻസ് ചെയ്ത് വരുത്തി കുറ്റം ചെയ്തെന്ന് വെച്ച് കുറ്റം ചെയ്ത് അവിടെ പണം അടച്ചിട്ട് പോകാം. അതിനുള്ള പ്രൊവിഷനുണ്ട്. കേസെടുക്കാം. എളുപ്പമാണ്. അന്നേരം കൊടുത്തിട്ട് പോയാൽ പിന്നെ കോടതി വിളിക്കുമ്പോൾ ഏതാ അതാ കേസെടുക്കാം. കേസെടുക്കാം. പക്ഷേ എല്ലാം നമുക്ക് പറയുന്ന പോലെയാണ്. നമ്മുടെ പോപ്പുലേഷൻ ഒരുപാടാണ്. പോലീസിൻ്റെ ലിമിറ്റഡ്, അവർക്കെല്ലാം കൂടെ ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല. എന്നാലും ചൈൽഡ് ലൈൻ അതോറിറ്റീസ് ഉണ്ട്. എത്ര നമ്പർ? 1098 അല്ലേ? നമ്പർ. ആ നമ്പർ വിളിച്ച് പറഞ്ഞാൽ മിക്കവാറും കുട്ടിയെ ഉപദ്രവിച്ച പോലെ. ഇപ്പോൾ ഒരു കുട്ടിയെ അടിക്കാൻ പാടില്ലെന്നാണ് റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ട് പറയുന്നത്. ഒരു കുട്ടിയെ ഫിസിക്കലായിട്ടോ മെൻ്റലോ ഹറാസ്മെൻറ്റ് പാടില്ല എന്നാണ്. ഒരു കുട്ടിയെ അടിച്ചാൽ ആ ടീച്ചർക്കെതിരെ കേസെടുക്കാം. വേണമെങ്കിൽ പോലീസുകാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാം. വല്ല പാടും മുറിവും ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണിച്ചു വേണം ടീച്ചറെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഇത് പറയും. നമ്മളൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ സാറുമാർ വടിയില്ലാതെ ക്ലാസ്സിൽ വരത്തേയില്ലായിരുന്നു. അടിയാണ് അന്നത്തെ കാലത്ത്. ഇപ്പം എന്നാ വടി ഉപയോഗിക്കാൻ പാടില്ല. അമേരിക്കയിലെ റൂൾ പ്രകാരം അച്ഛനോ അമ്മയോ കുട്ടിയെ അടിച്ചാൽ മതി. അവനൊന്ന് പോലീസ് ഫോൺ ചെയ്താൽ മതി. അച്ഛനും അമ്മയും അകത്തും ആവും. ഇവനെ ജുവനൈൽ ഹോമിലോ എവിടെ കൊണ്ടുപോവുകയും ചെയ്യും. അത്രയ്ക്ക് വളരെ സ്ട്രിക്റ്റാണ്. കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മളിവിടെ അത്രയും വലിയ സ്ട്രിക്റ്റ് ആയിട്ടില്ല. എന്നാലും ഇപ്പോൾ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ ഇപ്പം പൊതുവെ വടിയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. റൂൾസ് എന്തായാലും കോടത്തൊക്കെ വയലേഷൻ നടക്കും എവിടെയാണെങ്കിലും. സോ 23 and 24 deal with right against exploitation.